എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. വൈഫിൻ്റെ പേര് ഹെഫ്സി എം ജോണ്. ഞാൻ ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു. ഒരു ക്ഷമാപണം കൂടിയുണ്ട് സാക്ഷ്യം പറയാൻ താമസിച്ചതിന്. അപ്പോൾ ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ യു കെയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ട് ഞങ്ങൾ ഡൈവേഴ്സിൻ്റെ എഡ്ജിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രശ്നങ്ങളായിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. വൈഫ് അവിടെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇവൾക്ക് ജോലി കിട്ടുന്നതിന് മുൻപേ ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് തിരിച്ചു പോയി. ഞങ്ങൾ ഡൈവേഴ്സ് ആകാം എന്ന് വിചാരിച്ചിരുന്നു. ഒരു 3 വർഷക്കാലം ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിന്നു. കുഞ്ഞുങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഇവിടെ വന്ന് 2023 നവംബറിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് 2023 ഒക്ടോബറിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്ന് വെച്ച് പിന്നെ ഒരു 2 വർഷങ്ങൾ കൂടി ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവാനായിട്ട് സമയമെടുത്തു. ആ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് അവൾക്കും അവിടെ ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പം ഞങ്ങൾ തമ്മിൽ മിണ്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് തിരിച്ച് കുവൈറ്റിലേക്ക് ഞാൻ യു കെക്ക് പോയത് കുവൈറ്റിലെ ജോലി കളഞ്ഞിട്ടാണ് യു കെയിലേക്ക് പോയത്. അപ്പോൾ ഇതിനിടയ്ക്കപ്പം എനിക്കും സാമ്പത്തികമായിട്ട് ഇത് ജോലി കളഞ്ഞതിൻ്റെ വന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ കുവൈറ്റിൽ നിന്ന് കളഞ്ഞിട്ട് പോകുന്നതിനേക്കാട്ടിലും നല്ലൊരു ജോലി അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. സ്റ്റിൽ അവൾക്ക് യു കെയിൽ ജോലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യമാണ്. ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അവളും വൈഫും ഇവിടെ വന്നിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് 3ാമത് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിന് തന്നെ അവൾക്ക് അവിടെ ജോലി ശരിയായിട്ടുണ്ട്. ഇത് മാതാവ് അനുഗ്രഹിച്ച് അത് അടുത്ത 2 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കലിശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്, ചെങ്ങന്നൂരടുത്ത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ഓർഫനേജ് ഉണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ഫിനാൻഷ്യൽ വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പേഴ്സണലി അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതാണ് മെയിനായിട്ടും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തു പോരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ വലിയൊരു മാറ്റം സംഭവിച്ചത് ദിവസവും ഡെയിലി കുർബാന കാണാൻ ഉള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് മുടങ്ങാതെ നാട്ടിലുള്ള സമയത്ത് ഡെയിലി കുർബാന കാണാനുള്ളൊരു ഇതുണ്ട്. ഇപ്പം നേരിട്ട് നമുക്ക് കുർബാനയ്ക്ക് കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇപ്പം ഓൺലൈനായിട്ട് കിട്ടുന്ന കുർബാനയാണെങ്കിലും ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുർബാനയോടുകൂടിയും ആണ്. പിന്നെ ഇവിടുത്തെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് ദിവസവും കാണാറുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും അങ്ങനെയാണ് ഇപ്പോൾ ഒരു ദിവസം ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താതിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വചനമാണ്. വിവാഹം ദൈവം ചേർത്ത ബന്ധമാണ്. ഒരു ആത്മീയ ബന്ധമാണ് വിവാഹമെന്ന കൂദാശ. പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന തകർന്ന ഹൃദയങ്ങളെ ചേർക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതും ഈ അമ്മയാണ്. അമ്മ ദൈവം ചേർത്ത ബന്ധങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മാതാവ് നമ്മെ സഹായിക്കുന്നു. വേർപിരിക്കാനല്ല, ഐക്യത്തിലേക്കാണ്, രമ്യതയിലേക്കാണ്, കൂട്ടി നിർത്താനാണ്. കാനായിൽ പ്രശ്നം വന്നപ്പോൾ മാതാവ് ഇടപെട്ട് ഇന്നും ദാമ്പത്യ ജീവിതത്തിൽ വീഞ്ഞു തീരുമ്പോൾ കൃപാസനം അമ്മ ഈശോയോട് നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമുക്കായി അപേക്ഷിക്കുന്നു. എല്ലാം തകർന്നതായി തോന്നുന്ന നിമിഷത്തിൽ അമ്മ മാതാവ് പിന്മാറില്ല. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അവരുടെ വേദനയും തെറ്റിദ്ധാരണയുടെ നിമിഷങ്ങളിൽ അവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി നൽകുന്നത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയാണ്. അനുദപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന ഈ ഉടമ്പടി വചനങ്ങൾ അനുസരിച്ചാണ് ഓരോ പ്രാവശ്യവും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ തകർന്ന നിമിഷങ്ങളിൽ അനുദപിക്കുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് ജോർജ് എന്ന മകൻ്റെ സാക്ഷ്യത്തിലും ഇത് തന്നെയാണ് നാം കാണുന്നത്. ജീവിതത്തിലെ തകർന്ന നിമിഷത്തിലാണ് 3 വർഷത്തോളം ഇവർ സെപ്പറേറ്റായിട്ട് ജീവിച്ചു. പിന്നീട് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും ദുഃഖത്തിൻ്റെയും സമാധാനമില്ലായ്മയുടെയും ഉറക്കമില്ലായ്മയുടെയും ദിവസങ്ങളിലാണ്
ഈ മകൻ പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അവരെ രമ്യപ്പെടുത്താനും ചേർത്ത് നിർത്താനും പിന്നെ നല്ലൊരു ജോലിക്ക് വേണ്ടിയും കുട്ടികളെ തിരിച്ചു നൽകാനുമായിട്ട് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ മകൻ തിരിച്ചുപോയി. പിന്നീട് വെറും ഒരു ഫോൺ കോൾ മാത്രം. ഈ മകൾ കാത്തിരിക്കുകയായിരുന്നു ഒരു ഫോണിന് വേണ്ടിയിട്ട്. പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ഉടനടി ഇടപെടുന്ന ഒരു കാര്യം മാത്രമാണ്. വെറും ഒരു ഫോൺ കോളിൽ കൂടെ ആ മകൾ കാത്തിരുന്ന ആ ഫോൺ കോൾ അവരുടെ ജീവിതം ഒന്നിച്ചാക്കി. പിന്നീടാണ് ഈ മകൻ്റെ ജീവിതത്തിൽ പടിപടിയായിട്ട് ഈശോയും അമ്മയും ചേർത്ത് നിർത്തി കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. കുവൈറ്റിൽ വേണ്ടാന്ന് വെച്ചിരുന്ന ആ ജോലി പിന്നീട് വീണ്ടും ലഭിക്കുകയും പിന്നീട് മക്കളെയും കൂട്ടി ഒന്നിച്ച് ഒരു നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു ഫാമിലി ജീവിതത്തിലേക്കും നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ആ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ച് ഈ മോനൊരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കൊടുത്തത്. ഉടമ്പടി ജീവിതത്തിൽ ആ നിബന്ധനകളനുസരിച്ച് ദുശീലങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി നല്ലൊരു പുതിയ ജീവിതവും ആത്മീയമായ ഒരു ജീവിതം പണ്ടത്തെക്കാലം മുകളിലും കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ സ്നേഹത്തോടെയും കൂടുതൽ ഐക്യത്തോടെയും ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹമാണ് ഈശോയും അമ്മയും ഈ മക്കൾക്ക് കൊടുത്തത്. നമ്മളുടെ ജീവിതത്തിലും തകർന്ന നിമിഷങ്ങളിൽ, വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം ചേർത്ത ദാമ്പത്യ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിക്കാം. അമ്മ നമ്മെ ഈശോയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഇവരുടെയുള്ള ഈ പുതുജീവൻ, ഈശോയും അമ്മയും കൊടുത്ത ഈ പുതിയ വഴി മുന്നോട്ട് നയിക്കുവാൻ ഉള്ള അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച ഈ പുതിയ വഴിയിലേക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് ജോർജിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ